തിയേറ്റർ റെസ്പോൺസ് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അതിലേക്ക് വന്ന സമയത്ത് ഈ ബിഹേവിയർ പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ ചിലപ്പം അഭിനയിക്കുമ്പോൾ ചെറിയൊരു ചമ്മലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒന്നും ഇല്ലായിരുന്നു? അത് ആക്ച്വലി ഉണ്ടായിട്ടില്ല. എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നതെന്ന് ഒരു 0% പോലും അറിവില്ല. അതുകൊണ്ട് എനിക്ക് ജഗദീഷിന്റെ ഏതോ മൂവിയിൽ പറയുന്നില്ലേ പൊട്ടനായോണ്ട് ഒന്നും പേടിക്കണ്ടല്ലോ, അതുപോലെയാണ്. എനിക്ക് ഒരു നോളജും ഇല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ്, ഇതിന്റെ ക്യാമറ എങ്ങനെയാണ്, എഡിറ്റിംഗ് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ആക്ഷൻ കട്ട് പറയുന്നത്, ഒന്നും അറിയില്ല. ജസ്റ്റ് ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, അപ്പം നിർത്തിയാൽ മതി എന്ന് പറയും. അവരത് പറയുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കും, അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആ പേടി ഇല്ലാത്തത്, ഉണ്ടായില്ല. പിന്നെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. ആരെങ്കിലുമൊക്കെ കണ്ടാൽ ഇമിറ്റേറ്റ് ചെയ്യും. ഒരു പക്ഷേ എനിക്ക് അതായിരിക്കും ഈ പ്രഗ്നന്റ് ലേഡി ഇമിറ്റേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയത്, അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫസ്റ്റൊക്കെ ഈ വയറൊക്കെ വെച്ച് അബായൊക്കെ ഇട്ട് ക്ഷീണിച്ച് വരുമ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിക്കും പ്രഗ്നൻ്റ് ആണോ ഞാൻ എന്നിട്ട് പറ്റിച്ചിട്ടുണ്ട് അവരെ. അതെ പ്രഗ്നൻ്റ് ആണ്, ഇത്രയും മാസമായി, ഡെലിവറി ചെയ്യുന്ന സമയത്താണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമയിൽ, അവരൊക്കെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അല്ല അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പിനുള്ളിൽ തന്നെയാണ് സോയി ബേബി വരുന്നത്. ശരിക്കും പ്രഗ്നന്റ് ആവുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ പറയുന്നത് അതിന്റെ ബ്ലെസ്സിങ് പോലെ ആയിരുന്നു വരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു.